ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 44/26. ക്വസ്റ്റ്യൻ 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? 1 ഝാൻസി റാണി ലക്ഷ്മിബായ്, 2 കാൺപൂർ നാനാ സാഹേബ്, 3 ഡൽഹി ബഖ്താൻ. എല്ലാ ജോഡികളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എല്ലാ ജോഡികളും 1, 2, 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1 അഹമ്മദാബാദ് ബിൽ സമരം, റൗലറ്റ് നിയമവിരുദ്ധ സമരം, 3 ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ നേതൃത്വം സമരങ്ങൾ. ആദ്യം ചമ്പാരൻ സമരം 1917. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സമരം 1917. പിന്നെ അഹമ്മദാബാദ് ബിൽ സമരം 1918 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മിൽ തൊഴിലാളികൾക്കായി ഗാന്ധിജി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അദ്ദേഹം ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഇതിലാണ്. പിന്നെ രണ്ടാമത്തെ റൗലറ്റ് നിയമവിരുദ്ധ സമരം 1919 ഏപ്രിലിൽ. ബ്രിട്ടീഷ് സർക്കാരിന്റെ കറുത്ത നിയമമായ റൗലറ്റ് ആക്ടിനെതിരെ രാജ്യവ്യാപകമായി നടത്തിയ സമരമാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരം. അപ്പോൾ ശരിയായ ക്രമം എന്ന് പറയുന്നത് 3, 1, 2. 1917, 18, 19 അങ്ങനെയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ സി 3, 1, 2. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1 സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. 2 യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. 3 ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1 and 3. പ്രസ്താവന 1 ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിര അംഗങ്ങളും 5 രാജ്യങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 10 രാജ്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ആകെ 15 അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്കിലല്ല, ഫ്രാൻസിലെ പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം. ന്യൂയോർക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുവായ ആസ്ഥാനമാണ്. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ WHO ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. അതുകൊണ്ട് 1, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ എന്നത് ഓപ്ഷൻ ഡി. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണ്? 1 നീലദർപ്പൺ ദീനബന്ധു മിത്ര, 2 രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ, 3 ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. ആൻസർ എന്താ? ഓപ്ഷൻ ബി, ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം. 1 നീലദർപ്പൺ ദീനബന്ധു മിത്ര ശരിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച ക്രൂരമായ ചൂഷണങ്ങളെക്കുറിച്ച് ദീനബന്ധു മിത്ര 1860 എഴുതിയ വിഖ്യാതമായ നാടകമാണ് നീലദർപ്പൺ. രണ്ടാമത്തെ തെറ്റാണ്. രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ. രംഗഭൂമി പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ പ്രശസ്തമായ നോവലാണ്, രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയല്ല. മൂന്നാമത്തത് ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഉൾക്കൊള്ളുന്ന ആനന്ദമഠം എന്ന ചരിത്ര നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് 1882. അപ്പോൾ 1, 3 ജോഡികൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്?
വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 2. രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 3. പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും. ആൻസർ എന്ത്? ഓപ്ഷൻ എ. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ മാത്രം. 1 and 2. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 2005 ചരിത്രപരമായ വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 12 പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. പ്രസ്താവന 2 ശരിയാണ്. മുൻ IAS ഉദ്യോഗസ്ഥനായ രാജ്കുമാർ ഗോയലാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന ഒരു പ്രത്യേക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഈ നിയമനം നടത്തുന്നത്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? 1. ഈഴവ മെമ്മോറിയൽ. 2. നിവർത്തന പ്രക്ഷോഭം. 3. മലയാളി മെമ്മോറിയൽ. ശരിയായ കാലഗണന: മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 3, 1, 2. മലയാളി മെമ്മോറിയൽ 1891 തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ പരദേശി ബ്രാഹ്മണർ കൈയടക്കുന്നതിനെതിരെ നാട്ടുകാർക്ക് മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. പിന്നെ ഈഴവ മെമ്മോറിയൽ 1896 വിദ്യാഭ്യാസമുള്ള ഈഴവർക്ക് തിരുവിതാംകൂറിൽ സർക്കാർ ജോലികൾ നിഷേധിക്കുന്നതിനെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. പിന്നെ നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിലെ നിയമസഭകളിൽ ഈഴവ, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ശരിയായ ക്രമം എന്ന് പറയുന്നത് 3, 1, 2. 1891, 1996, 1932. പകൽ സമയത്തെ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡേഷ് എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡേഷ് എന്ന് വിളിക്കുന്നു. കടൽക്കാറ്റ്. പകൽ സമയത്ത് കരഭാഗം കടലിനേക്കാൾ വേഗത്തിൽ ചൂടാകുന്നു. തന്മൂലം കരയിലെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയും അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം കടലിന് മുകളിലെ തണുത്ത വായു ഉയർന്ന മർദ്ദത്തിൽ നിന്നും കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി കടൽക്കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? കൃഷ്ണ നദി. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി മഹാബലേശ്വരന് സമീപത്തു നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് ഇത് മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഭീമ, തുംഗഭദ്ര, ഘടപ്രഭ, മലപ്രഭ എന്നിവ ഇതിന്റെ പ്രധാന പോഷക നദികളാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? അറ്റോൾ. ഇവ സാധാരണയായി നടുവിൽ ഒരു കായലോട് കൂടിയ വൃത്താകൃതിയിലോ കുതലാടത്തിന്റെ ആകൃതിയിലോ ഉള്ള പവിഴപ്പുറ്റ് ദ്വീപുകളാണ് അറ്റോൾ. ഉദാഹരണമാണ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അറ്റോൾക്ക് മികച്ച ഉദാഹരണമാണ്. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? ബാബർ.
ഹിമാലയത്തിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന വലിയ കല്ലുകളും മണലും നിറഞ്ഞ പ്രദേശമാണ് ഇത്. ഇവിടുത്തെ സുഷിരങ്ങളുള്ള മണ്ണിലേക്ക് ജലം വേഗത്തിൽ അതിനാലാണ് ചെറിയ അരുവികൾ ഉപരിതലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ശിവാലി കുന്നുകളുടെ അടിവാരത്തിന് സമാന്തരമായി 8 മുതൽ 16 കിലോമീറ്റർ വരെ വീതിയിലാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. പൂർവഘട്ടവും പശ്ചിമഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? നീലഗിരി. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് നീലഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി മലനിരകളുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി, നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ദൊണ്ടാബെട്ട ആണ്. 2023 55-ാം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 55-ാം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? മോഹൻലാൽ. 2023 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 55-ാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ലഭിച്ചു. 2004 അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പരമോന്നത ബഹുമതി നേടുന്ന രണ്ടാമത്തെ മലയാളി കൂടിയാണ് അദ്ദേഹം. ഡൽഹി വിജ്ഞാന ഭവനിൽ നടന്ന 71-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത്. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. 2 ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. 3 ആസൂത്രണ കമ്മീഷന് പകരമായത്. 4 സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. ഒന്നാമത്തെ ശരിയല്ല. ആൻസർ ഓപ്ഷൻ എ 1 ശരിയല്ല. നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ട് 2015 ജനുവരി 1-നാണ്. ഏപ്രിൽ 1-നല്ല, ജനുവരി 1-നാണ്. രണ്ടാമത്തെ പറയുന്നത് ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പിന്നെ മൂന്നാമത്തെ ആസൂത്രണ കമ്മീഷന് പകരമായത്. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന് പകരമായാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. നാലാമത്തെ സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പൊതുലക്ഷ്യം. നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1 സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991. 2 ഇന്ത്യയിലെ കയറ്റുമതി മേഖല. 3 സ്വകാര്യവൽക്കരണം. 4 ഇന്ത്യൻ വ്യവസായ മേഖല. 1, 3, 4 മാത്രം. ആൻസർ ഓപ്ഷൻ ഡി. 1, 3, 4 മാത്രം. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് അവയുടെ സാമ്പത്തിക നേട്ടത്തിന്റെയും പ്രവർത്തന മികവിന്റെയും അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പദവികളാണ് നവരത്ന, മിനിരത്ന, അതുപോലെ മഹാരത്ന എന്നിവ. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991. ശരിയാണ്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാവകാശം നൽകുന്നതിനായി 1997 ഈ പദവികൾ സർക്കാർ അവതരിപ്പിച്ചത്. രണ്ടാമത്തത് ഇന്ത്യയിലെ കയറ്റുമതി മേഖല. അത് തെറ്റാണ്. ഈ പദവികൾ കയറ്റുമതി മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, മറിച്ച് പൊതുമേഖലാ കമ്പനികളുടെ കാര്യക്ഷമതമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തത് സ്വകാര്യവൽക്കരണം. ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്നതിന് പകരം അവയ്ക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. നാലാമത്തത് ഇന്ത്യൻ വ്യവസായ മേഖല. അത് ശരിയാണ്. ഈ കമ്പനികൾ ഇന്ത്യയുടെ വ്യാവസായിക വികസനത്തിന്റെ നട്ടെല്ലാണ്. അതുകൊണ്ടാണ് 1, 3, 4 എന്നീ പ്രസ്ഥാനങ്ങൾ അതിനോട് യോജിച്ചു പോകുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ്? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? 1988 ഏപ്രിൽ 12. 1988 ഏപ്രിൽ
12. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനായി 1988 ഏപ്രിൽ 12-നാണ് സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി സ്ഥാപിതമായത്. നിയമപരമായ പദവിയല്ലാത്ത ബോഡിയായിട്ട് സ്ഥാപിതമായത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് നിയമിതയായത് 1988 ഏപ്രിൽ 12-ന്. നിയമപരമായ പദവി കിട്ടിയത് പിന്നീട് 1992 ജനുവരി 30-ന് സെബി ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും 1992 ഏപ്രിൽ 12-ലെ സെബി ആക്ട് പ്രകാരം ഇതിന് പൂർണ്ണ നിയമപരമായ പദവി ലഭിക്കുകയും ചെയ്തു. ആൻസർ വരുന്നത് 1988 ഏപ്രിൽ 12. സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊണ്ടാണ് 1988 ഏപ്രിൽ 12. അതിന്റെ ആസ്ഥാനം വരുന്നത് മുംബൈ ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? നോർമൻ ബാർലോഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, വില്യം ഗാർഡ്, ഡോക്ടർ രാജാറാം. ഡോക്ടർ രാജാറാം. ആൻസർ എന്താ? ഓപ്ഷൻ ഡി 4 മാത്രം. നോർമൻ ബാർലോഗ് എന്ന് പറഞ്ഞ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. വില്യം ഗാർഡ് ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. രാജാറാം, ഡോക്ടർ രാജാറാം അത് പ്രധാനമായും ഗോതമ്പ് ഗവേഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. എന്നാൽ ഹരിത വിപ്ലവവുമായി നേരിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളിൽ ഉൾപ്പെടുന്നില്ല. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. ധനക്കമ്മി ലക്ഷ്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആദ്യം. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ ധനക്കമ്മി GDPയുടെ 4.4% എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. 2025-26 രാജ്യത്തിന്റെ ധനക്കമ്മി 4.5% താഴെ എത്തിക്കണമെന്ന സർക്കാരിന്റെ മുൻകാല വാഗ്ദാനമാണ് 4.4% എന്ന ലക്ഷ്യത്തിലൂടെ കൈവരിച്ചത്. ഏറ്റവും പുതിയ 2026-27 ബജറ്റ് പ്രഖ്യാപന പ്രകാരം അടുത്ത വർഷത്തെ ധനകമ്മി ലക്ഷ്യം 4.3% കുറച്ചിട്ടുണ്ട്. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറഞ്ഞത് ശരിയേത്? 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറഞ്ഞതിൽ ശരിയേത്? 1. കിരീടം നേടിയത് ഇന്ത്യയാണ്. 2. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. 3. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ആസ്ട്രേലിയയാണ്. 4. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പ് നേടി. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. ആൻസർ എന്ത്? ഓപ്ഷൻ സി. കിരീടം നേടിയത് ഇന്ത്യയാണ് എന്നുള്ളത് ശരിയാണ്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളായി നടന്ന ICC വനിതാ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ആദ്യത്തെ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. രണ്ടാമത്തെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. അത് തെറ്റാണ്. 2025 വനിതാ ലോകകപ്പിൽ ആകെ ടീമുകൾ 8 ടീമുകളായിരുന്നു പങ്കെടുത്തത്. 9 എന്നുള്ളത് തെറ്റാണ്. മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. അത് ശരിയാണ്. വനിതാ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആകെ 7 തവണ കിരീടം നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ തന്നെയാണ്. നാലാമത്തേത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പ് നേടി. അതും ശരിയാണ്. ദക്ഷിണാഫ്രിക്കൻ താരമായ മാരിസൺ കാപ്പ് ഇന്ത്യൻ താരം ദീപ്തി ശർമ്മ എന്നിവർക്കൊപ്പം ടൂർണമെന്റിൽ മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും വിക്കറ്റ് വേട്ടക്കാരിൽ മുകളിലെത്തുകയും ചെയ്തു. അപ്പോൾ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. എന്നാൽ ഇത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26-നാണ്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസമാണ് നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം ചെയർമാനായി തിരഞ്ഞെടുത്തു. അതിനു മുൻപ് 1946 ഡിസംബർ 9 ചേർന്ന ആദ്യ യോഗത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരുന്നു. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത്. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A ആയിട്ടാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യയിൽ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും കേവല ഭൂരിപക്ഷ സമ്പ്രദായം, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം FPTP ആണ് ഉപയോഗിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ വിജയിക്കുന്നു. വിജയിക്കാൻ മൊത്തം വോട്ടിന്റെ 50% കൂടുതൽ നേടണമെന്ന് നിർബന്ധമില്ല. ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? വകുപ്പ് 324. വകുപ്പ് 324. ആർട്ടിക്കിൾ 324. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്ഥാപിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 324. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. 5 വർഷം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 67 പ്രകാരം ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി ചുമതലയേറ്റ ദിവസം മുതൽ 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണെങ്കിലും സഭയെ നിയന്ത്രിക്കുന്ന ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. പാർലമെന്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. 2. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. 3. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നു. 4. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രം ശരി. 1, 2, 3 മാത്രം ശരി. ഒന്നാമത്തെ ശരിയാണ്. പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ അടങ്ങിയ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, അതുപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. രണ്ടാമത്തതും ശരിയാണ്. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെയും ശരിയാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകലും ചിഹ്ന തർക്കങ്ങൾ പരിഹരിക്കലും കമ്മീഷന്റെ ചുമതലയാണ്. നാലാമത്തെ തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ശരിയായത് 1, 2, 3 പ്രസ്താവനകളാണ്.
അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2 ആൻഡ് 3 മാത്രം ശരി. ഇന്ത്യയിൽ ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യയിൽ ആരംഭിച്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതെല്ലാം? 1951 ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 2, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ സജീവ പങ്ക് വഹിച്ചത് ഡോക്ടർ KN രാജായിരുന്നു. 3, ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. 4, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഒന്നാമത്തെ ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി 1951 ആരംഭിച്ചത്. കാലയളവ് എന്ന് പറയുന്നത് 1951 to 1956. രണ്ടാമത്തത് ഈ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിൽ മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ KN രാജന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെയും ശരിയാണ്. കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും മുൻഗണന നൽകിയ ഈ പദ്ധതിയിൽ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർവാടി തുടങ്ങിയ വൻകിട അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനായി വലിയ തുക വകയിരുത്തിയിരുന്നു. നാലാമത്തെയും ശരിയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക, കൃഷി വികസിപ്പിക്കുക എന്നതിനൊപ്പം ആത്യന്തികമായി ദേശീയ വരുമാനവും ജനങ്ങളുടെ ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുക എന്നത് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1, സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. 2, കേരളത്തിലെ വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. 3, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ആഗസ്റ്റ് 11 ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 2ഉം 3. ആൻസർ എന്താ? ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം ശരി. 2ഉം 3ഉം മാത്രം ശരി. തണ്ണീർത്തട സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പക്ഷെ കേരളത്തിന്റെ ഘടനയിൽ ചെയർമാൻ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി തന്നെ ആകണമെന്ന് ഇല്ല, സ്ഥിര നിയമനമായി പറയുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. രണ്ടാമത്തെ ശരിയാണ്. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസർ സൈറ്റുകളിൽ കേരളത്തിൽ നിന്ന് 3 പ്രദേശങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അതുപോലെ അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവ 2002 നവംബർ 1 റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടത്. മൂന്നാമത്തെ ശരിയാണ്. കേരളത്തിൽ വ്യാപകമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നത് തടയാൻ കൊണ്ടുവന്ന ചരിത്രപ്രധാനമായ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, സ്പീക്കർ, രാഷ്ട്രപതി, ഗവർണർ. രാഷ്ട്രപതി. ആൻസർ എന്താ? ഓപ്ഷൻ സി 3 മാത്രം ശരി. രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 316 പ്രകാരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിക്കോ ലോക്സഭാ സ്പീക്കർക്കോ ഗവർണർക്കോ UPSC ചെയർമാനെ നിയമിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ ആൻസർ എന്ത്? ഓപ്ഷൻ സി 3 മാത്രം ശരി. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് പനി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ രക്തപരിശോധനയാണ് ഇത്. സെറോലോജിക്കൽ രീതിയിലൂടെ ശരീരത്തിലെ ആന്റിബോഡികൾ കണ്ടെത്തിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. മാൻഡെക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ഷയരോഗം ശരീരത്തിൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ നടത്തുന്ന ചർമ്മ പരിശോധനയാണ്. അതൊരു സ്കിൻ ടെസ്റ്റ് ആണ്. പിന്നെ എലീസ ടെസ്റ്റ്, അത് പ്രധാനമായും എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള പ്രാഥമിക പരിശോധനയായിട്ട് ഉപയോഗിക്കുന്നു. വെസ്റ്റേൺ ബ്ലോട്ട്. എലീസ ടെസ്റ്റിലൂടെ എയ്ഡ്സ് ബാധ സാധ്യത കണ്ടെത്തിയാൽ അത് 100% ഉറപ്പിക്കാൻ നടത്തുന്ന സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട്.
രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. ചെറിയ മുറിവുകളിൽ നിന്ന് പോലും നിർത്താതെ രക്തം വരുന്നത് ഇതിന്റെ ലക്ഷണമാണ്. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ഈ രോഗം കണ്ടുവന്നതിനാൽ ഇതിനെ റോയൽ ഡിസീസ് എന്നും അറിയപ്പെടുന്നു. റോയൽ ഡിസീസ്. അനീമിയ എന്ന് പറയുന്നത് ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെയോ ഹീമോഗ്ലോബിന്റെയോ അളവ് കുറയുന്ന അവസ്ഥയാണ്, വിളർച്ച. അതാണ് അനീമിയ. ലുക്കീമിയ എന്ന് പറയുമ്പോൾ അസാധാരണമായ രീതിയിൽ വെളുത്ത രക്താണുക്കൾ പെരുകുന്ന അവസ്ഥയാണ് ലുക്കീമിയ. ഇത് ബ്ലഡ് ക്യാൻസർ എന്നും അറിയപ്പെടുന്നു. പിന്നെ സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ സാധാരണ വൃത്താകൃതിക്ക് പകരം അരിവാൾ ആകൃതിയിലാകുന്ന ഒരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളം. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും മണ്ണിൽ കാർബൺ സംഭരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. എറണാകുളം ജില്ലയിലെ ആലുവ തുരുത്തിലുള്ള സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ ആണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2022 ഡിസംബറിൽ. ഈ ഫാമിൽ കാർബൺ പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ മണ്ണിൽ ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയതും ബലമുള്ളതുമായ അസ്ഥിയാണ് ഫീമർ. ഇത് നമ്മുടെ തുടയല്ലാണ്. ഇത് തുടയല്ല്. ശരീരത്തിന്റെ ആകെ ഭാരം താങ്ങുന്നതിൽ ഈ അസ്ഥി പ്രധാന പങ്ക് വഹിക്കുന്നു. സ്റ്റേപ്പിൾസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ്. ഇത് നമ്മുടെ ചെവിയുടെ മിഡിലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ടിബിയ. ഇത് കാൽമുട്ടിന് താഴെ കാണപ്പെടുന്ന 2 അസ്ഥികളിൽ വലിയ അസ്ഥിയാണ് ടിബിയ. ഹ്യൂമറസ് എന്ന് പറയുന്നത് നമ്മുടെ തോളിൽ നിന്നും കൈമുട്ട് വരെയുള്ള ഭാഗത്തെ അസ്ഥിയാണ് ഹ്യൂമറസ്. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏത്? സിറോസിസ്. ദീർഘകാലത്തെ അമിത മദ്യപാനം മൂലം കരളിലെ ആരോഗ്യമുള്ള കോശങ്ങൾ നശിക്കുകയും അവിടെ തഴമ്പുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഇത് കരളിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇറ്റായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? ഇറ്റായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏത്? കാഡ്മിയം. ഇറ്റായി എന്ന രോഗം കാഡ്മിയം വിഷബാധ മൂലം ഉണ്ടാകുന്നതാണ്. ജപ്പാനിൽ കാഡ്മിയം കലർന്ന വെള്ളവും ഭക്ഷണവും ദീർഘകാലം ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവ അനുദൈർഘ്യ തരംഗങ്ങൾ ആണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഗുണമല്ല. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണമല്ല ഇത്. ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണ് എന്നുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്, അനുദൈർഘ്യ തരംഗങ്ങൾ അല്ല. അത് ഓപ്ഷൻ എ പറഞ്ഞത് ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അത് ശരിയാണ്. ശബ്ദതരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെയും സഞ്ചരിക്കാം. പിന്നെ കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. അതും ശരിയാണ്. ഇതിലെ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പരസ്പരം ലംബമായാണ് കമ്പനം ചെയ്യുന്നത്. ഡി പറയുന്നത് ഇവയ്ക്ക് ഭാരമില്ല, ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ. ഇതും ശരിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിലെ കണങ്ങളായ ഫോട്ടോണുകൾക്ക് നിശ്ചല പിണ്ഡം ഇല്ല, എന്നാൽ അവയ്ക്ക് ഊർജവും ആക്കവും ഉണ്ട്.
മരുഭൂമിയിലെ മരീചിക മിറാഷ് രൂപപ്പെടുന്നത്. മരുഭൂമിയിലെ മരീചിക മിറാഷ് രൂപപ്പെടുന്നത് ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. മരുഭൂമിയിലെ മണൽ ചൂടുപിടിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന വായുപാളികളും ചൂടാകുന്നു. ചൂട് കൂടിയ വായുവിന് സാന്ദ്രത കുറവും മുകളിലുള്ള തണുത്ത വായുവിന് സാന്ദ്രത കൂടുതലും ആയിരിക്കും. മുകളിൽ നിന്ന് താഴേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അത് തുടർച്ചയായി അപവർത്തനത്തിന് വിധേയമാവുകയും ഒടുവിൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോണിൽ പതിക്കുമ്പോൾ പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് മരീചികയ്ക്ക് കാരണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണം G ത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്തി രേഖപ്പെടുത്തുക. 1. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും Gയുടെ മൂല്യം ഒരുപോലെയായിരിക്കും. 2. ധ്രുവപ്രദേശങ്ങളിൽ Gയുടെ മൂല്യം പരമാവധി ആയിരിക്കും. 3. ഉയരം കൂടുമ്പോൾ G വർദ്ധിക്കുന്നു. 4. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാൽ Gയുടെ മൂല്യം കുറയുന്നു. 2, 4 ഇവ രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി 2, 4 ഇവ രണ്ടും ശരിയാണ്. രണ്ടാമത്തെ പറഞ്ഞത് ധ്രുവപ്രദേശങ്ങളിൽ Gയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ഭൂമിയുടെ ആരം ഏറ്റവും കുറവ് ധ്രുവപ്രദേശങ്ങളിലാണ്. ഭൂമിയുടെ ആരം ഏറ്റവും കുറവ് ധ്രുവപ്രദേശങ്ങളിലാണ്. ആരം കുറയുമ്പോൾ ഗുരുത്വാകർഷണ ത്വരണം G കൂടുന്നു. അതിനാൽ ധ്രുവങ്ങളിൽ Gയുടെ മൂല്യം പരമാവധി ആയിരിക്കും. അതുപോലെ നാലാമത്തെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ Gയുടെ മൂല്യം കുറയുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ആകർഷണത്തിന് കാരണമാകുന്ന ഫലപ്രദമായ പിണ്ഡം കുറയുന്നു. അതിനാൽ Gയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിൽ Gയുടെ മൂല്യം 0 ആയിരിക്കും. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും Gയുടെ മൂല്യം ഒരുപോലെ ആയിരിക്കും. ഇത് തെറ്റാണ്. ഭൂമിയുടെ ആകൃതി പൂർണ്ണമായ ഗോളമല്ലാത്തതിനാലും സ്വയം ഭ്രമണം ഉള്ളതിനാലും ഓരോ സ്ഥലത്തും Gയുടെ മൂല്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. മൂന്നാമത്തേത്, ഉയരം കൂടുമ്പോൾ G വർദ്ധിക്കുന്നു. ഇതും തെറ്റാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരത്തിലേക്ക് പോകുന്തോറും Gയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ EOS ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS 09. ഓപ്ഷൻ ഡി. ISRO രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS 09 2025 മെയ് 18 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-61 C-61 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ഈ വിക്ഷേപണം. എന്നാൽ റോക്കറ്റിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാർ കാരണം ഉപഗ്രഹത്തെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഗ്രാഫൈറ്റ്, ചാർക്കോൾ, കോക്ക്, ഫുള്ളറീൻ. 1ഉം 4ഉം മാത്രം. 1ഉം 4. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. കാർബണിന്റെ ആറ്റങ്ങൾ കൃത്യമായ ഒരു ജാമിതീയ ഘടനയിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ രൂപാന്തരങ്ങളെയാണ് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗ്രാഫൈറ്റും ഫുള്ളറീനും. ഗ്രാഫൈറ്റ് കാർബണിന്റെ ഒരു പ്രധാന ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. ഇതിന് പാളികളായുള്ള ഘടനകളാണുള്ളത്. 4ാമത്തെ ഫുള്ളറീൻ. ഇതും കാർബണിന്റെ ഒരു ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. കാർബൺ ആറ്റങ്ങൾ ഫുട്ബോളിന്റെ ആകൃതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഫുള്ളറീൻ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ ഡയമണ്ടിനും കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ്. ക്രിസ്റ്റലീയം അല്ലാത്തതാണ് ചാർക്കോളും കോക്കും. അവ കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങളാണ്. ഇവയിലെ ആറ്റങ്ങൾക്ക് കൃത്യമായ ജാമിതീയ ഘടന ഉണ്ടായിരിക്കില്ല. കരി, കൽക്കരി, കോക്ക്, വിളക്കത്തരി എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമേത്? ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമേത്? ഹൈഡ്രജൻ.
സാധാരണയായി ആസിഡുകൾ ലോഹങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലോഹ ലവണവും ഹൈഡ്രജൻ വാതകവുമാണ് ഉണ്ടാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? സ്ഥിര താപനിലയിൽ വ്യാപ്തം അനുപാതം 1/P, അതുപോലെ സ്ഥിര താപനിലയിൽ V അനുപാതം T. പിന്നെ P1 V1 = P2 V2, P1/T1 = P2/V2. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. ബോയിൽ നിയമം അനുസരിച്ച് സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വാതകത്തിന്റെ വ്യാപ്തം, ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഒന്നാമത്തെ സ്ഥിര താപനിലയിൽ V പ്രൊപ്പോർഷൻ ടു 1/P. അതായത് സ്ഥിര താപനിലയിൽ ഇത് ബോയിൽ നിയമത്തിന്റെ ശരിയായ ഗണിത രൂപം. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. പിന്നെ മൂന്നാമത്തത് P1 V1 = P2 V2 എന്നുള്ളത് ഒരു വാതകത്തിന്റെ പ്രാരംഭ മർദ്ദവും വ്യാപ്തവും അന്തിമ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ബോയിൽ നിയമത്തിന്റെ സമവാക്യമാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി പ്രഖ്യാപിച്ചത്. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വേർണർ ഹൈസൻബർഗ് ഉൾപ്പെടെയുള്ളവർ ആധുനിക ക്വാണ്ടം മെക്കാനിക്സിന് അടിത്തറയിട്ട പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ 100ാം വാർഷികമാണ് 2025. ഇതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? മേജർ ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഹോക്കി മന്ത്രവാദി, വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇന്ത്യക്ക് 3 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ 1928, 1932, 1936 നേടിത്തരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നൽകുന്നത്. ഹോ വിജുഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ ഈ വരികൾ ഏത് കൃതിയിലേതാണ്? കന്നിക്കൊയ്ത്ത്. ഈ വരികൾ പ്രശസ്തമായ കന്നിക്കൊയ്ത്ത് എന്ന കവിതയിലാണ്. മരണത്തിന് ജീവിതത്തിന്റെ ചൈതന്യത്തെയും വിജയത്തെയും കീഴടക്കാനാവില്ല എന്ന പ്രത്യാശാഭരിതമായ ആശയമാണ് ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നത്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയാണ് ഇത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താവായ ശ്രീ ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ശങ്കരാചാര്യരുടെ അദ്വൈത തത്വചിന്തയിലെ പല ആശയങ്ങൾക്കും, പ്രത്യേകിച്ച് മായാവാദം പോലെയുള്ള സങ്കല്പങ്ങൾക്ക് മഹായാന ബുദ്ധമതത്തിലെ ശൂന്യവാദവുമായി വലിയ സാദൃശ്യമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തെ പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത എഴുത്തുകാരൻ കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് ഈ ബഹുമതി ലഭിച്ചത്. ഗൗതമ ബുദ്ധന്റെ പത്നിയായ യശോധരയുടെ
കാശപ്പാടിലുള്ള കഥയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. 6√5ന്റെയും 2√5ന്റെയും ഗുണനഫലം. 6√5 ഇൻറ്റു 2√5. 6 ഇൻറ്റു 2 എഴുതുക, പിന്നെ ഇൻറ്റു √5 ഇൻറ്റു √5. √5 ഇൻറ്റു √5 എന്ന് പറയുമ്പോൾ 5. 6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 12. 12 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 60. ഓപ്ഷൻ എ. 32/1/5 ഈക്വൽ ടു 32 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2/5 ആണ് 32. അപ്പോൾ a/m ഇൻറ്റു എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. 2/5 ഹോൾ റേസ് ടു 1/5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 5 വെട്ടിപ്പോകും. അപ്പോൾ 2/1 ആവും. 2/1 എന്ന് പറയുമ്പോൾ 2. ആൻസർ ഓപ്ഷൻ സി 2. രണ്ട് ഗോളങ്ങളുടെയും വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:36 ആണെങ്കിൽ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഗോളത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ആണ് 4πr². അപ്പോൾ 4πr². അപ്പോൾ ആരങ്ങൾ ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ r1² എന്ന് പറയുന്നത് r എന്ന് പറയുന്നത് 25/36. 25/36 അതായത് ഇരുവശത്തിന്റെയും വർഗ്ഗമൂലം എടുക്കുക. 25ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് √25/36. √25 എന്ന് പറയുന്നത് 5, √36 എന്ന് പറയുന്നത് 6. അപ്പൊ 5:6. ഓപ്ഷൻ ബി. 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം. 3 സെന്റിമീറ്റർ വശം വ്യാപ്തം കാണാം. വശം a ക്യൂബ്, അതായത് വശം ക്യൂബ്. ഇവിടെ 3 ആണ് ഒരു വശം എന്ന് പറയുന്നത്. അപ്പൊ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27. 24 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും ശരാശരി വയസ്സ് 15 ആണ്. അധ്യാപകനെ ഒഴിവാക്കിയാൽ ശരാശരി 14 ആവും. എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്ര? ആകെ ആളുകൾ എന്ന് പറഞ്ഞാൽ 24 വിദ്യാർത്ഥിയും ഒരു അധ്യാപകൻ, അപ്പൊ 25. അപ്പൊ അവരുടെ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ ശരാശരി വയസ്സ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 24 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ആകെ വയസ്സ് കണ്ടുപിടിക്കാൻ 25 × 15 375 ആകെ വയസ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അധ്യാപകന്റെ വയസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 24 വിദ്യാർത്ഥികളുടെ ആകെ വയസ്സ് കണ്ടുപിടിക്കുക ആദ്യം. 24 വിദ്യാർത്ഥികളുടെ ആകെ വയസ്സ് എന്ന് പറയുമ്പോൾ അധ്യാപകനെ ഒഴിവാക്കിയ ശരാശരി 14 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24 × 14 336. അപ്പോൾ 24 വിദ്യാർത്ഥികളുടെ ആകെ വയസ്സ് 336ഉം ആകെ വയസ്സ് 375ഉം. അപ്പോൾ 375 നിന്ന് 336 കുറച്ചാൽ അധ്യാപകന്റെ വയസ്സ് കിട്ടും 39. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സിന്റെ തുക 66 ആവുമെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മകളുടെ ഇപ്പോഴത്തെ വയസ്സ് x എന്ന് എടുക്കുക. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 3x. അതായത് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. അപ്പൊ 3x എന്ന് എടുക്കുക അമ്മയുടെ വയസ്സ്. 5 വർഷം കഴിഞ്ഞാല് മകളുടെ വയസ്സ് എന്ന് പറയുന്നത് x+5ഉം അമ്മയുടെ വയസ്സ് 3x + 5ഉം ആണ്. അവരുടെ വയസ്സുകളുടെ തുക 66 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x+5 + 3x + 5 = 66. 5 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സിന്റെ തുകയാണ് 66. അപ്പോൾ x+5 + 3x + 5 = 66. എക്സും 3x കൂട്ടുമ്പോൾ 4x. 4x + 5 + 5 10. 4x + 10 എന്ന് പറയുന്നത് 66. 10നെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ 66 - 10 എന്ന് പറയുമ്പോൾ 56. അപ്പൊ 4x = 56. അതിന് x കാണാം. 56/4 എന്ന് പറയുമ്പോൾ 14. അപ്പോൾ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 14. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 2, 71, 73, 79, 91. 2ഉം 71ഉം 73ഉം 79ഉം അഭാജ്യസംഖ്യയാണ്. 91 അഭാജ്യസംഖ്യയല്ല. 9 × 13 7 × 13 91 ആണ്. അപ്പോൾ അത് അഭാജ്യസംഖ്യയല്ല. അപ്പോൾ കൂട്ടത്തിൽ ചേരാത്തത് 91. താഴെ പറഞ്ഞ ശ്രേണിയിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കുക. 31, 2, 41, 3, 52, 4, 61, 5, 61, 6. താഴെ നോക്കുക. 31, 2, 41, 3, പിന്നെ 52 കൊടുത്തിരിക്കുന്നത്. പക്ഷെ 51, 4 എന്നാണ് വരേണ്ടിരുന്നത്. 51, 4, പിന്നെ 61, 5, 71, 6. 51 പകരം 52 ആയിരുന്നു വരേണ്ടിരുന്നത്. അപ്പോൾ തെറ്റെന്ന് പറയുന്നത് 52 ആണ്. 1200 രൂപ വിലയുള്ള വാച്ചിന് 12% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? വാങ്ങിയ വില എന്ന് പറയുന്നത് 1200, ലാഭം 12% കിട്ടുവാൻ. അപ്പം
ലാഭം കാണുന്നത് എങ്ങനെ 1200 ഇൻറ്റു 12/100 എന്ന് പറയുന്നത് 144 രൂപ ലാഭം വേണമെന്നാണ് പറഞ്ഞത്. അപ്പം വിൽക്കേണ്ട വില എന്ന് പറയുന്നത് 1200, വാങ്ങിയ വിലയിൽ കൂടെ 144 രൂപ ലാഭം കൂടി കൂട്ടിയിട്ട്, അപ്പൊ 1200 പ്ലസ് 144 പറയുമ്പോൾ 1344. 10,000 രൂപ 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര രൂപ ലഭിക്കും? A = P × 1 + R⁻n. P എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 × 1 + R എന്ന് പറയുന്നത് 5%, 5/100 എന്ന് പറയുന്നത് 2 വർഷം. അപ്പം 5/100 എന്ന് പറയുമ്പോൾ 0.05 എന്ന് എഴുതാം. അപ്പോൾ 10,000 × 1 + 0.05 സ്ക്വയർ. 1 + 0.05 എന്ന് പറയുമ്പോൾ 1.05. അപ്പോൾ 10,000 × 1.05 സ്ക്വയർ. 105ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 11,025 ആണ്. അപ്പോൾ 1.05 ആണ്. അപ്പോൾ 1.05 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 × 1.1025 ഇൻറ്റു ചെയ്യുമ്പോൾ 11,025. ആൻസർ എന്ത്? ഓപ്ഷൻ സി. Change the following sentence into passive voice by using indirect object. He has given me a wonderful gift. Answer is option C. I have been given a wonderful gift by him. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്യത്തിൽ 2 ഒബ്ജക്റ്റ് ഉണ്ട്, മീയും അതുപോലെ എ വണ്ടർഫുൾ ഗിഫ്റ്റും. മീ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ചോദ്യത്തിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ച് പാസീവ് വോയിസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മീ എന്നത് പാസീവ് വോയിസ് വരും, സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ എന്ന് ആയിട്ട് മാറും. അപ്പോൾ ടെൻസ് തന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണുള്ളത്. ഹാസ് ഗിവൺ എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ പാസീവ് ആക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം ഹാവ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഐ ഹാവ് ബീൻ ഗിവൺ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ബൈ ഹിം. ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ ബി, എന്റർപ്രണർ. Complete the following. Neither my friend nor my well-wishers dash. ഗ്രാമർ നോക്കുമ്പോൾ നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ വെർബ് അതിന് തൊട്ടടുത്തുള്ള സബ്ജക്റ്റിനോട് യോജിക്കേണ്ടതാണ്. ഇവിടെ മൈ വെൽ വിഷേഴ്സ് എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആൻസർ എന്ത്? ഓപ്ഷൻ എ, ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ, ഹാവ് സെൻഡ് മൈ പ്രസന്ററീസ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് കറക്റ്റ്? Which of the following sentence is correct? He is elder to Raju. Option C, elder to Raju. ഒരു ഫാമിലിയിൽ ബ്ലഡ് റിലേഷനിൽ പറ്റി കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ എൽഡർ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കേണ്ടത്. എൽഡറിനോട് കൂടി എപ്പോഴും ടു എന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ദാൻ ഓൾഡർ എന്ന വാക്കിനോടൊപ്പമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് എൽഡർ ടു. ഹി ഈസ് എൽഡർ ടു രാജു. ഓൾഡർ ആണിച്ച ദാൻ ആണ് ഉപയോഗിക്കുക. The word yomp means to march laboriously. യോമ്പ് എന്ന് പറയുമ്പോൾ ഭാരമേറിയ സാധനങ്ങളും ചുമന്ന് കഠിനമായ വഴിയിലൂടെ ദീർഘദൂരം മാർച്ച് ചെയ്യുക അല്ലെങ്കിൽ താഴ്ന്നു നടക്കുക എന്നാണ് യോമ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം. അത് കമൻഡോകളും സൈനികരും നടത്തുന്ന നടത്തത്തിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. The foreign term Schadenfreude means ഷാഡൻഫ്രോയിഡ് മറ്റൊരാൾക്കുണ്ടാകുന്ന പരാജയത്തിലോ കഷ്ടപ്പാടിലോ സന്തോഷം കണ്ടെത്തുക, അതായത് പരസുഖ ദുഃഖം എന്ന മാനസികാവസ്ഥയാണ് ഷാഡൻഫ്രോയിഡ് എന്ന് വിളിക്കുന്നത്. ഇത് ജർമ്മൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന ഒരു പദമാണ്. ആൻസർ ഓപ്ഷൻ സി, pleasure from another's misfortune. The synonym for the word perseverance is doggedness. Option B, doggedness.
പെർസിവറൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്ഥിരോത്സാഹം, ദൃഢനിശ്ചയം, അതായത് വിട്ടുകൊടുക്കാത്ത മനോഭാവം എന്നൊക്കെയാണ്. ഇതിന് സമാനമായി അർത്ഥം വരുന്ന വാക്കാണ് ഡോഗിഡ്നെസ്, അതായത് ലക്ഷ്യം നേടുന്നത് വരെ പിന്മാറാതെ ശ്രമിക്കുന്ന സ്വഭാവം. കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഡ്രൈവ് സ്ലോലി ലെസ്റ്റ് ഡാഷ്. ഡ്രൈവ് സ്ലോലി ലെസ്റ്റ് ഡാഷ്. You should meet the accident. You should meet with accident. Option D. ലെസ്റ്റ് എന്ന വാക്കിന് മീനിങ് എന്ന് പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, സോ ദാറ്റ് നോട്ട് ഓർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് എന്നാണ്. അതായത് ലെസ്റ്റ് ചേർത്തുണ്ടാക്കുന്ന വാക്യങ്ങളിൽ അതിന് തൊട്ട് പിന്നാലെ വരുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എപ്പോഴും ഷുഡ് മാത്രമായിരിക്കണം, ഷുഡ് മാത്രം. അപ്പൊ യു ഷുഡ് മീറ്റ് വിത്ത് ആക്സിഡൻസ്. ഡോങ്കീസ് ഇയേഴ്സ് മീൻസ്. ഡോങ്കീസ് ഇയേഴ്സ് മീൻസ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരു ശൈലിയാണ് ഡോങ്കീസ് ഇയേഴ്സ്, അതായത് വളരെ നീണ്ട ഒരു കാലയളവ്, വെരി ലോങ് ടൈം എന്നാണ് ഇതിന്റെ അർത്ഥം. ഐ ആം നോട്ട് സെപ്റ്റിക് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഈ വാക്യത്തിൽ ആം നോട്ട് എന്നാണ് നെഗറ്റീവ് രൂപം ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവായ ആം ഐ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി, ആം ഐ. മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ. രൂപാന്തരീകരണം. ഓപ്ഷൻ സി. അതായത് ഒരു ജീവി അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ശരീരഘടനയിലും രൂപത്തിലും വരുന്ന വലിയ മാറ്റത്തെയാണ് മെറ്റഫോർസിസ് എന്ന് പറയുന്നത്. അതായത് പുഴു ചിത്രശലഭമായി മാറുന്നു, അതുപോലെ വാൽമാക്രി തവളയായിട്ട് മാറുന്നതൊക്കെ അതിനൊക്കെ വിളിക്കുന്ന പേരാണ് മെറ്റഫോർസിസ് എന്നത്. അതിന്റെ മലയാള പദമാണ് രൂപാന്തരീകരണം അല്ലെങ്കിൽ രൂപാന്തരണം എന്നും പറയാം. അഹോരാത്രം പിരിച്ചെഴുതുക. അഹോരാത്രം. അഹോരാത്രം എന്നത് അഹസ് പ്ലസ് രാത്രം എന്ന രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. അഹസ് എന്ന് പറഞ്ഞാൽ പകൽ, രാത്രം എന്ന് പറഞ്ഞാൽ രാത്രി. അപ്പോൾ അഹോരാത്രം. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ ബി, അഹസ് പ്ലസ് രാത്രം. പകലും രാത്രിയും എന്നാണ് മീനിങ്, രാവും പകലും. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. വൈശിഷ്ട്യം. ഓപ്ഷൻ സി, വൈശിഷ്ട്യം. വിശിഷ്ടം എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് വൈശിഷ്ട്യം എന്നത്. വിശിഷ്ടം എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് വൈശിഷ്ട്യം. ഇതിന്റെ അർത്ഥം പ്രത്യേകത, സവിശേഷത ഒക്കെ എന്നൊക്കെയാണ്. ഈ പദത്തിൽ ശിയും ഷ്ട്യവുമാണ് വരേണ്ടത്. അതിനാൽ വൈശിഷ്ട്യം എന്നതാണ് ശരിയായ അക്ഷരം വിന്യാസം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന അർത്ഥം വരുന്ന പദം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന അർത്ഥം വരുന്ന പദം. ഡി, ദുർഗ്രഹം. ഓപ്ഷൻ ഡി, ദുർഗ്രഹം. ഗ്രഹിക്കുക. മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ പ്രയാസമുള്ളത് എന്ന അർത്ഥം വരുന്ന പദമാണ് ദുർഗ്രഹം. കൽപ്പിതം എന്ന പദത്തിന്റെ വിപരീതം. കൽപ്പിതം. വാസ്തവം. കൽപ്പിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമല്ലാത്തത്, മനഃപൂർവ്വം സങ്കല്പിച്ചുണ്ടാക്കിയത് എന്നൊക്കെയാണ് അർത്ഥം. ഇതിന് നേരെ വിപരീത പദം, അതായത് അതിനർത്ഥം വരുന്നത് വാസ്തവം അല്ലെങ്കിൽ യഥാർത്ഥം എന്നാണ്. വാസ്തവം അല്ലെങ്കിൽ യഥാർത്ഥം. വാസ്തവം. ആൻസർ എന്ത്? വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്നത് ആണിനെയോ പെണ്ണിനെയോ പ്രത്യേകം സൂചിപ്പിക്കാതെ ഇരുവിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ബഹുവചന രൂപമാണ്. മിടുക്കർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ബുദ്ധി എന്ന വാക്കിന് പര്യായപദമല്ലാത്തത് ഏത്? ബുദ്ധി എന്ന വാക്കിന് പര്യായപദമല്ലാത്തത് ബ്രീഹി. ബ്രീഹി. ഓപ്ഷൻ ബി. നെല്ല് അല്ലെങ്കിൽ നെന്മണി എന്നാണ് ഇതിന്റെ അർത്ഥം. ബുദ്ധിയുടെ പര്യായപദമല്ല. കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? കിട്ടാതെ പ്ലസ് ആയി. കിട്ടാതെ എന്ന പദത്തിന്റെ അവസാനം എ എന്ന സ്വരമാണുള്ളത്. അതുപോലെ ആയി എന്ന പദത്തിന്റെ തുടക്കത്തിൽ വരുന്നത് ആ എന്ന സ്വരമാണ്. അപ്പോൾ
അവ കൂട്ടി ചോദിക്കുമ്പോൾ ഈ എന്ന വ്യഞ്ജനം ഇടയിൽ വരണം. അപ്പം അതിന് ആ സന്ധിനെ പറഞ്ഞ പേരാണ് ആഗമസന്ധി അല്ലെങ്കിൽ യകാര സന്ധി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കിട്ടാതെയായി. പുല്ലിംഗം അല്ലാത്തത് ഏത്? പുല്ലിംഗം അല്ലാത്തത് ഏത്? സൂര്യൻ. സൂര്യൻ അത് ജീവനില്ലാത്ത ഒരു പ്രപഞ്ചത്തിലെ ഒരു വസ്തുവാണ്. അപ്പോൾ ജീവനില്ലാത്ത അല്ലെങ്കിൽ ജഡവസ്തുക്കളെല്ലാം നപുംസക ലിംഗം എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതിനാൽ സൂര്യൻ പുല്ലിംഗമല്ല. അൻ എന്ന് പ്രത്യയം ഉള്ളത് കൊണ്ട് ഇത് പുല്ലിംഗമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സംസ്കൃതത്തിൽ സൂര്യൻ പുല്ലിംഗമാണെങ്കിലും മലയാളത്തിന്റെ അർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ ഇത് നപുംസക ലിംഗമാണ്. നപുംസക ലിംഗമാണ്. ശൈലി കണ്ടെത്തുക. ശൈലി കണ്ടെത്തുക. സ്വർഗത്തിലെ കട്ടുറുമ്പ്. സ്വർഗത്തിലെ കട്ടുറുമ്പ്. മലയാള വ്യാകരണത്തിൽ പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലും വ്യത്യാസമുണ്ട്. അതായത് ഇതൊരു ശൈലിയാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നുള്ളത്. അതായത് ഒരു പൂർണ്ണമായ ഒരു വാക്യം അല്ലാത്തതും അക്ഷരാർത്ഥത്തിന് അതിനപ്പുറം സവിശേഷമായ മറ്റൊരർത്ഥം നൽകുന്നതുമായ പദസമുച്ചയത്തിനാണ് ശൈലി എന്ന് വിളിക്കുന്നത്. ഇത് മറ്റതൊക്കെ ഇതാണ്, പഴഞ്ചൊല്ലാണ്. തീയില്ലാതെ പുകയില്ല, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, വിദ്യാധനം സർവ്വതാനാൽ പ്രധാനം. അതൊരു സുഭാഷിതം കൂടിയാണ്. അതൊരു പഴഞ്ചൊല്ല് വിഭാഗത്തിൽ വരുന്നതാണ്. ശൈലി വരുന്നത് സ്വർഗത്തിലെ കട്ടുറുമ്പ്. വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിന് നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? കാർബൺ ശേഖരണം. പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണമേത്? ദീർഘകാല ഭൂധാത്വ ചരിത്രവും എൻഡെമിസവും. ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം. വാർഷിക മഴയും പച്ചപ്പും. CATS പ്രധാന ലക്ഷ്യം അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കൽ. ഇൻസിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ദേശീയ ഉദ്യാനം. FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത് ഭൂവിഭാഗവും ക്യാനോപ്പി ഡെൻസിറ്റിയും. പശ്ചിമഘട്ടത്തിൽ എൻഡെമിസുകൾ കൂടുതലുള്ള കാരണം ഭൂധാത്വ വേർതിരിവുകളും മൈക്രോ ക്ലൈമറ്റുകളും. സംരക്ഷിത വനം സംവരണ വനം വ്യത്യാസം. സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു. IUCN ദുർബലമായി പ്രഖ്യാപിക്കാനുള്ള ഘടകം വാസസ്ഥല വിസ്തൃതി കുറവ്. പ്രൊജക്ട് ടൈഗർ വിജയത്തിനുള്ള ഘടകം കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാന സംരക്ഷണവും. വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ കാർബൺ ശേഖരണം, മണ്ണ് സംരക്ഷണം. ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം. ഉയർന്ന പ്രദേശത്തെ സ്പെഷ്യലൈസ്ഡ് സ്പീഷീസുകൾക്ക് നാരോ ടോളറൻസ്. ട്രാഫിക് പ്രവർത്തനം. വന്യജീവി വ്യാപാര നിരീക്ഷണം. ബയോസ്ഫിയർ റിസർവ് തത്വം. മേഖലാടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവും. വനസംരക്ഷണ നിയമം 1980 ലക്ഷ്യം വനഭൂമി ഉപഭോഗമാറ്റ നിയന്ത്രണം. എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം വംശനാശ സാധ്യത കൂടുതലാണ്. വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂൾ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത് വംശനാശ സാധ്യത കൂടുതലാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം ജനപ്രിയത. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം ഗ്രാസ് ലാൻഡ് മാറ്റം വേഗത്തിൽ. താഴെ പറഞ്ഞതിൽ ഏതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 ഉൾപ്പെടാത്തത്? കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് വ്യക്തിത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി മോഷ്ടിക്കൽ. താഴെ പറയുന്ന ഏത് പ്രവൃത്തിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 67ക്കും 67B ബാധകമാകുന്നത്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല വീഡിയോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ. താങ്ക് യു.